ഹലോ മക്കളെ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്ന സംശയമായിരിക്കും, ഈ +2 ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ എത്ര വരെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് പഠിക്കണം എന്നൊക്കെ എപ്പോഴും നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഷോർട്ടായിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജും, അഥവാ നമ്മുടെ +2 ക്രിസ്മസ് എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജും, അതേപോലെ തന്നെ ആ ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഡൈവ് ഇൻ. ഓക്കെ, എന്താണ് അപ്പോൾ ടേം 2 ക്രിസ്മസ് എക്സാം ആണ്. നമുക്കറിയാം ചാപ്റ്റേഴ്സ് 1 to 9 ആണ് വരുന്നത്. ഓക്കെ, ചാപ്റ്റർ 1 മുതൽ 9 വരെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ പറയും ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്? 6, 7, 8 and 9 ഈ 4 ചാപ്റ്റേഴ്സാണ് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ്? ഒന്ന് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾക്കറിയാം ടോട്ടൽ നമുക്കറിയാം നമ്മുടെ മൊത്തം ആനുവൽ എക്സാമിന്, പബ്ലിക് എക്സാമിന് നമുക്ക് 80 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുവാണല്ലോ ടോട്ടൽ വരിക പബ്ലിക് എക്സാമിന് അല്ലേ. ഈ 80 മാർക്സിൽ 9 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നതാണ്. 9 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും നമ്മുടെ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ആവറേജ് സ്റ്റാഫിങ്ങിന് വരുന്ന വെയിറ്റേജ് 9 മാർക്കാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഒരു മോഡറേറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾ ഈ 4 ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് അത്യാവശ്യം കൂടുതൽ വെയിറ്റേജ് വരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ എന്താണ് 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡയറക്റ്റിംഗ്. ഓക്കെ, ഡയറക്റ്റിങ്ങിൽ നിന്ന് 11 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നുണ്ട് ഇതിലേക്ക്, ടോട്ടൽ 80 മാർക്കിൽ. അപ്പോൾ ഡയറക്റ്റിങ് സ്റ്റാഫിങ്ങിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ കൺട്രോളിങ് എന്ന് പറയുന്ന 8ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിനാണ് പൊതുവെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. അപ്പോൾ 80 മാർക്കിൽ 4 മാർക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്റർ അല്ല കൺട്രോൾ, ബട്ട് സ്റ്റിൽ യു ഹാവ് ടു ലേൺ ഇറ്റ്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങളൊരു ബിസിനസ് സ്റ്റഡി സ്റ്റുഡൻറ്റ് എന്നുള്ള നിലക്ക് തന്നെ ഏറ്റവും നിങ്ങളുടെ ലൈഫിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ഹ്യൂജ് ടോപ്പിക് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് 10 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട് ടോട്ടൽ 80 മാർക്കിൽ. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് ഇതിന് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ക്രിസ്മസ് എക്സാമിനെ സംബന്ധിച്ച് അഥവാ ടേം 2നെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഡയറക്റ്റിംഗ് ചാപ്റ്ററും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്ററും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഡയറക്റ്റിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് സ്റ്റാഫിംഗ്, ആൻഡ് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് നിങ്ങളുടെ കൺട്രോളിങ് ഫ്രം ദീസ് 4. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾക്ക് പറയാൻ പറ്റുക. ഓക്കെ, ഇനി എന്താണ് നമുക്ക് സ്റ്റാഫിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മീനിങ്ങും ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും എന്താണ് സ്റ്റാഫിങ് അല്ലേ. അതിൽ സ്റ്റാഫിംഗ് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാഫിംഗ് പ്രോസസ്സ്, അതിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. സ്റ്റാഫിങ്ങിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്, അതേപോലെ തന്നെ സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് അല്ലേ. ഇത്തരം ഏരിയാസ് എല്ലാം നമുക്കെന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ പലപ്പോഴും മാറി തിരിച്ചൊക്കെ നമ്മൾ PYQ ഒക്കെ ഡിസ്കസ് ചെയ്യാറില്ലേ, അതിൽ വന്നിട്ടില്ലേ, നമ്മുടെ ലൈവിലും വീഡിയോസിലൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേട്ടവർക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇത്ര ഏരിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ അല്ലേ, റിക്രൂട്ട്മെൻറ്റിൻ്റെ സോഴ്സസ്, അതിൽ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എപ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അല്ലേ, നമുക്കറിയാം. അപ്പോൾ അതേപോലെ തന്നെ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് ചോദിക്കാറില്ലേ, എപ്പോഴും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏരിയയാണ്. പിന്നെ എന്താണ് സെലക്ഷൻ പ്രോസസ്സ്. പലപ്പോഴും സെലക്ഷൻ പ്രോസസ്സിൽ ഏതെങ്കിലും ഒരു സ്ക്രീനിങ്ങിനെ കുറിച്ചോ ഇൻ്റർവ്യൂവിനെ കുറിച്ചോ ഏതെങ്കിലും ടെസ്റ്റുകളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. നല്ലവണ്ണം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മുടെ സെലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഭയങ്കര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും പലപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ബട്ട് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും എന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, ട്രെയിനിങ് വേഴ്സസ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ചോദ്യം പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിൽ ടൈപ്സ് ഓഫ് ട്രെയിനിങ് ഉണ്ട്. നിങ്ങൾക്കറിയാം വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഒക്കെ പോലെയുള്ള, അപ്രൻറ്റീസ്ഷിപ്പ് പോലെയുള്ള
ട്രെയിനിങ്ങിനെ കുറിച്ച് ചോദിക്കാറുള്ളത് കൊണ്ട് ഡെവലപ്മെൻറ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കാതെ ഓർമ്മിക്കുക. ഇതിലാണ് ട്രെയിനിങ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺ ദ ജോബ് ട്രെയിനിങ്, ഓഫ് ദ ജോബ് ട്രെയിനിങ്, നമ്മൾ പറഞ്ഞ ജോബ് റൊട്ടേഷൻ, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കാരണം പലപ്പോഴായിട്ട് 1 മാർക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ കാണുന്നൊരു ചോദ്യമാണ് സെലക്ഷനും അതേപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ചാപ്റ്റർ നമ്പർ 7 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്റ്റിങ്. ചാപ്റ്റർ നമ്പർ 7 എന്തൊക്കെയാണ്? മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഡയറക്റ്റിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലോ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് ലിറ്റിൽ ബിറ്റ് മോർ ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ്. പലപ്പോഴും ചോദ്യങ്ങൾ കാണാറുണ്ട്. ഓക്കെ, ഇനി എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് അതിൽ ഏതൊക്കെയാണ് എലമെൻറ്റ്സ്? സൂപ്പർവിഷൻ ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ 4 എലമെൻറ്റ്സ് വരുന്ന ഒരു ഏരിയ ആണ് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതിൽ നിന്ന് ചോദിക്കാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോവാറില്ല എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ അതിൽ വരുന്നതാണ് മോട്ടിവേഷൻ എന്നും കൂടെ പറയുന്നത്. അപ്പോൾ ഇത്രയും ഏരിയാസ് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ലീഡർഷിപ്പ് എന്ന് പലപ്പോഴും 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ പലപ്പോഴും ടൈപ്സ് ഓഫ് ലീഡർഷിപ്പിനാണ് ചോദിക്കാറുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഏത് സ്റ്റുഡൻറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അയച്ചു തന്നിട്ട് അതിലുണ്ടായിരുന്നു ഓട്ടോക്രാറ്റിക് ലീഡറിനെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗം. ഡെമോക്രാറ്റിക്കിനെ കുറിച്ചും ലേസർ ഫെയറിനെ കുറിച്ചൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കേസ് വരും. ഇന്ന ലീഡർ പിന്നെ സബോർഡിനേറ്റ്സിനെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് എടുക്കുന്നത്. ഈ ഒരു ലീഡറിനെ തിരിച്ചറിയുക, ഐഡൻറ്റിഫൈ ദിസ് ടൈപ്പ് ഓഫ് ലീഡർ. എന്നിട്ട് ബ്രാക്കറ്റിൽ അതിൻ്റെ ഓപ്ഷൻസിലുണ്ടാവും ലേസസ് ഫെയർ ലീഡർ, അതേപോലെ തന്നെ ഡെമോക്രാറ്റിക് ലീഡർ, ഓട്ടോക്രാറ്റിക് ലീഡർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്ന് അത്തരം ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്, മനസ്സിലാക്കുക. കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് അതിലൊന്നാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിൽ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ, നിങ്ങൾക്കറിയാം പല ടൈപ്പ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, സെമാൻറ്റിക് ബാരിയർ ഒക്കെ പോലെയുള്ള ബാരിയേഴ്സ് നിങ്ങൾ നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേഷൻ തടസ്സങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മെഷർ ടു ഓവർകം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിൻ്റെ തടസ്സങ്ങളെ മറികടക്കാനുള്ള മെഷേഴ്സ്. അതിനേക്കാൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുക എന്താണ്? ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാവുന്ന ഏരിയ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും ഏറെക്കുറെ അതുപോലെ തന്നെയാണ് ഉള്ളത്. ഇനി 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൺട്രോളിങ്. ഓക്കെ, നമ്മൾ പറഞ്ഞു അത്ര കണ്ട് ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിൽ പോലും നിങ്ങൾ ടേം 2 എക്സാം ആയതുകൊണ്ട് തന്നെ കൺട്രോളിങ്ങിന് കുറേയും കൂടെ ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. കാരണം എന്താണ്? മൊത്തത്തിൽ എടുക്കുമ്പോൾ 80 മാർക്കിൽ 4 മാർക്കാണെങ്കിൽ പോലും നമുക്ക് ടേം 2 ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് 4 ചാപ്റ്റർ ആയ സ്ഥിതിക്ക് അതിൽ നിന്ന് കൺട്രോളിങ്ങിനും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വരാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാറുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസിനേക്കാൾ കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ് പ്രോസസ്സ് നിങ്ങൾക്കറിയാം, നിർബന്ധമായും വരാൻ സാധ്യതയുള്ളതാണ് സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ് പ്രോസസ്സ്. നിങ്ങൾക്കെല്ലാം എന്താണ് കൺട്രോളിങ് പ്രോസസ്സ് എന്ന് കൃത്യമായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. ടെക്നിക്സ് ഓഫ് കൺട്രോളിങ് നമുക്കറിയാം, പല ടൈപ്പ് ഓഫ് ടെക്നിക്സിലെ മോഡേൺ ടെക്നിക്സും അതേപോലെ തന്നെ ട്രഡീഷണൽ ടെക്നിക്സിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ടായിരുന്നു. മോഡേൺ ആൻഡ് ട്രഡീഷണൽ ടെക്നിക്സിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ചോദ്യം. ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിങ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് വെരി ഇമ്പോർട്ടൻ്റ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യം വരാതെ പോവാറില്ല എന്ന് പലപ്പോഴും നമുക്ക് പറയാൻ സാധിക്കാറുണ്ട്. ഇപ്പോഴും ചോദിക്കുന്നതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നിങ്ങളുടെ ടെക്നിക്സ് ഓഫ് കൺട്രോളിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് മറക്കാതെ കൺട്രോളിങ്ങിൽ ഈ ഒരു ഏരിയാസ് നിങ്ങൾ നോക്കുക. ലാസ്റ്റായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ഈ ഫിനാൻഷ്യൽ ഡെസിഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ
ഈ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ആണ്. ഏതൊക്കെ ഫൈനാൻഷ്യൽ ഡിസിഷൻസ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ നിർബന്ധമായും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് പലപ്പോഴും ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വേഴ്സസ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന തരം ക്വസ്റ്റ്യൻസ് പലപ്പോഴും കാണാറുണ്ട്. നിങ്ങൾക്കറിയാം ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റും വെൽത്തും ആണ് എന്നുള്ളത്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏരിയ ആണ് ഈ 3 ഡിസിഷൻസ്. ഓഫ് കോഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. പിന്നെന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതിൽ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഏറ്റവും അധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഓക്കെ, ഇതിൽ തന്നെ പിന്നെ ഫിക്സ്ഡ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. കാരണം ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. കാരണം ഫിക്സ്ഡ് ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഷോർട്ട് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്, അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നമ്മൾ പിന്നെ ഒരു എസ് എ ക്വസ്റ്റ്യൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ. ഒരു എസ് എ ക്വസ്റ്റ്യൻ ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞ 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നിന്ന് പലപ്പോഴും 2-3 തവണ നമ്മുടെ പിന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസിഷൻസ് കമ്പാരിറ്റീവ്ലി 1-2 ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയുമാണ് നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. ഇത് പഠിച്ചോ മക്കളെ, ഈ ഏരിയാസ് ഷുവറായിട്ട് പഠിച്ചോ, എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാം. അപ്പോൾ ടാറ്റാ.